സുഹൃത്തുക്കളെ, ലോക പോലീസ് ചമയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ നിലയങ്ങൾ ഒറ്റയടിക്ക് തകർത്ത് കളയാം എന്ന് വ്യാമോഹിച്ചാണ് നേരിട്ട് ഇടപെടാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഉപയോഗിച്ച് അങ്ങ് യുദ്ധം ചെയ്തോളൂ, അതങ്ങ് തകർത്തങ്ങ് പോരൂ എന്ന് പറഞ്ഞ് ഓർഡർ കൊടുത്ത് യുദ്ധം ചെയ്യിപ്പിച്ചത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒരു അപ്രഖ്യാപിത യുദ്ധമായിരുന്നു യഥാർത്ഥത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു നയിച്ചത്. പക്ഷേ ഇത് സംഭവിച്ചു. ഒരുപാട് വർഷങ്ങളോളം പലസ്തീനുമായി പൊരുതുന്ന ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, അവരെ അടിച്ചമർത്തുന്ന, അവരെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന, അവരെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകളെ വെടിവെച്ച് ശരിപ്പെടുത്തുന്ന നെതന്യാഹു, തെമ്മാടി രാഷ്ട്രം എന്ന് വിളിക്കുന്ന ഇസ്രായേലിന്റെ ഭീകരസേന, അവർ നേരിട്ട് പോയി കുറെ ബോംബുകൾ ഇട്ടു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത്രയും വലിയ ഒരു രാജ്യത്തെ, വലിയൊരു ജനതയെ കീഴ്പ്പെടുത്തുക, അതും 2000 വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ജനസമൂഹത്തെ പെട്ടെന്നങ്ങ് ബോംബിട്ട് കൊന്നു തീർക്കുക എന്നതൊന്നും എളുപ്പമല്ല. പലസ്തീൻ കൊച്ചു രാഷ്ട്രമാണ്, വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ, ആയുധമില്ല, അതുപോലെ തന്നെ സന്നാഹങ്ങളില്ല, പോലീസില്ല, പട്ടാളമില്ല. അങ്ങനത്തെ ഒരു ജനസമൂഹത്തെ കൊന്നു തീർക്കുന്നത് പോലെ എളുപ്പമല്ല. അതെല്ലാമുള്ള പട്ടാളവും ആയുധവും അതുപോലെ പോലീസും എല്ലാമുള്ള ഒരു ജനസമൂഹത്തെ തീർക്കുക എളുപ്പമല്ല എന്ന് മനസ്സിലായത്. എന്തായാലും ആണവ നിലയം തകർത്തു. യുറേനിയം ഇപ്പോൾ തന്നെ ഇറാൻ മുഴുക്ക യുറേനിയം ആണവ വികിരണമുണ്ടായി. ജനങ്ങളെല്ലാം നശിക്കുമെന്നും പണ്ട് അമേരിക്ക നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബിട്ടതുപോലുള്ള ഒരു പ്രത്യാഘാതം ഇപ്പോൾ ഇറാനിൽ ഉണ്ടാവുമെന്നും അങ്ങനെ വിചാരിച്ച് മനഃപ്പായസം കൊണ്ട് കഴിയുകയായിരുന്നു അവർ. അപ്പോഴാണ് അതൊന്നും സംഭവിച്ചില്ല എന്ന് മനസ്സിലായത്. അവസാനം ട്രംപ് തന്നെ രംഗത്തിറങ്ങേണ്ടി വന്നു. അമേരിക്കക്കാർ തന്നെ നേരിട്ട് പോയിട്ട് ബോംബിട്ടു. ഇറാൻ ആണവ നിലയങ്ങൾക്ക് നേരെ ബോംബിട്ടു. ആ ബോംബുകളോടുകൂടി പ്രശ്നമൊക്കെ തീർന്നു. ആണവ നിലയം തകർത്തു. ഇനി നമുക്ക് ഒത്തുതീർപ്പാക്കി കളയാം. അങ്ങനെ ബോംബിട്ട കൂട്ടർ വന്നിട്ട് പറയുകയാണ്, രണ്ടു കൂട്ടരും പിടി നിർത്തിക്കോളൂ, പ്രശ്നമൊക്കെ തീർന്നു എന്ന് പറയുകയാണ് ട്രംപ്. അങ്ങനെ ഒരു ഭ്രാന്തൻ സമീപനം സ്വീകരിക്കുന്ന ട്രംപിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു തിരിച്ചടി എന്താണെന്ന് വെച്ചാൽ, അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അത് വൈറ്റ് ഹൗസിൽ നിന്നും ചോർത്തിയതാണ്. ഇറാന്റെ ആണവ നിലയങ്ങൾ ഒരു ചുക്കും ചെയ്യാൻ ഈ അമേരിക്കൻ ബോംബിങ്ങിനോ ഇസ്രായേൽ ബോംബിങ്ങിനോ സാധിച്ചിട്ടില്ല എന്നുള്ള US ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പണം മുടക്കേണ്ടി വന്നിട്ടുള്ളത് ഈ യുദ്ധത്തിൽ ഇസ്രായേലിനും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കക്കുമാണ്. അമേരിക്ക കൊടുക്കുന്ന പണമാണെങ്കിൽ പോലും ആ ഡോളറുകൾ കനത്ത തോതിൽ നഷ്ടം വന്നിരിക്കുകയാണ്, ആൾനാശം ഉണ്ടായിരിക്കുകയാണ്, ഒരുപാട് ആളുകളെ കൊലവിളിച്ചിരിക്കുകയാണ്. ഇത്രയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാക്കാൻ, അതിനെ അപായമുണ്ടാക്കാൻ, നാശനഷ്ടങ്ങൾ വരുത്തുവാൻ ഈ യുദ്ധം കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ള അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് അമേരിക്കക്കകത്തും ഇസ്രായേലിനകത്തും മറ്റൊരു തരത്തിലുള്ള പോർവിളി, ഇന്റേണൽ പോർവിളി, ആഭ്യന്തര പോർവിളി സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിന്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധം ഉണ്ടാക്കിയ വിനാശം, യുദ്ധം ഉണ്ടാക്കിയിട്ടുള്ള ചീത്തപ്പേര്, യുദ്ധത്തിന് മുൻകൈയെടുത്തു, ഒരു കാരണവുമില്ലാതെ യുദ്ധത്തിന് മുൻകൈയെടുത്തു എന്നതുണ്ടാക്കിയ ചീത്തപ്പേര്, അതോടൊപ്പം ആഭ്യന്തര പ്രശ്നങ്ങൾ, ആഭ്യന്തരമായിട്ടുള്ള വെല്ലുവിളികൾ, ആഭ്യന്തര യുദ്ധങ്ങൾ തന്നെ എന്ന് പറയാവുന്ന വിധത്തിൽ അവിടെ സംഭവങ്ങൾ, പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഇസ്രായേലും അതുപോലെ അമേരിക്കയും അതുപോലെ അവരെ അനുകൂലിക്കുന്ന ആളുകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇറാന്റെ ആണവ നിലയം, ഇറാൻ ഉണ്ടാക്കുന്ന ആണവ നിലയത്തെക്കുറിച്ച് ഇറാൻ സമാധാനപരമായ ആവശ്യത്തിനാണ് യുറേനിയം ആണവ നിലയവും ആണവായുധങ്ങളും ഉപയോഗിക്കുക എന്നുള്ള അവരുടെ വാക്കുകൾ വിശ്വസിക്കാതെ, അവരുടെ ഉറപ്പ് വിശ്വസിക്കാതെ, തങ്ങൾക്ക് രഹസ്യമായ വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആണവ നിലയങ്ങൾ ഇവർ ആയുധമുണ്ടാക്കാൻ പോവുകയാണ്, അത് ഞങ്ങൾക്ക് ഭീഷണിയാണ്, ഞങ്ങളുടെ നിലനിൽപ്പാണ്, ഇസ്രായേലിന്റെ നിലനിൽപ്പാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ, ഇറാനെ ആക്രമിക്കാൻ ഇവർ മുതിർന്നത്. ആ ഒരു ന്യായമാണ് അമേരിക്കയും ഇസ്രായേലും ലോകത്തിന് മുമ്പിൽ വെച്ചത്. എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഇതേ ന്യായമായിരുന്നു
ഈ അമേരിക്ക ഇറാഖിനെ ആക്രമിക്കാനും സദ്ദാം ഹുസൈനെ വധിക്കാനും ഒക്കെ മുമ്പിൽ വെച്ചിരുന്നത്. ഇറാഖ് ആണവായുധം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഇറാഖിലെ ആണവ ശാസ്ത്രജ്ഞനെ വധിച്ചു. അതിനുശേഷം ഇറാഖിനെ അങ്ങോട്ട് മുച്ചോട് നശിപ്പിച്ചു. ഒരു രാജ്യം ഒന്നടങ്കം എങ്ങനെയൊക്കെ ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കാം ആ രീതിയിലെല്ലാം ചെയ്തു. ആ ജനങ്ങളുടെ അവിടുത്തെ ജനതയുടെ ജീവിതത്തെ അങ്ങേയറ്റം താറുമാറാക്കി നശിപ്പിച്ച ഒരു രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്ക അന്ന് അങ്ങനെ ചെയ്യാൻ പറഞ്ഞ ഏറ്റവും വലിയ ന്യായം ഇത് തന്നെയായിരുന്നു. ഇറാഖ് ആണവായുധം ഉണ്ടാക്കുന്നു എന്നതായിരുന്നു. എന്നാൽ ഈ യുദ്ധമൊക്കെ നടത്തി അമേരിക്ക വിജയിച്ചു. വിജുഗീഷുവായിട്ട് അങ്ങ് ലോകത്തിന് മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കുമ്പോൾ അവർ പരിശോധിച്ചു. ഇറാഖിന്റെ ആണവ നിലയങ്ങളൊക്കെ പരിശോധിച്ചു. ഒരായുധവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നിട്ട് അമേരിക്കയുടെ റിപ്പോർട്ട് പുറത്തു വന്നു. തങ്ങൾക്ക് നേരത്തെ ലഭിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് തെറ്റായിരുന്നു, നുണയായിരുന്നു എന്ന്. യുദ്ധമൊക്കെ കഴിഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകളെ, ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്ന ശേഷം ഇറാഖിലെ കുഞ്ഞുങ്ങൾ മരുന്ന് കിട്ടാതെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് മരിച്ചു പോയത്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ പറയുകയാണ് അമേരിക്ക അത് തെറ്റായിരുന്നു ഇന്റലിജൻസ് റിപ്പോർട്ട്. അപ്പൊ തെറ്റായ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കയറി ആക്രമിച്ച ഒരു രാജ്യത്തെ മുച്ചൂട് നശിപ്പിച്ചു. അതേ പ്രക്രിയ ഇറാനിലും നടത്താനായിരുന്നു ഇപ്പോൾ അമേരിക്ക ശ്രമിച്ചത്. ഇസ്രായേലിനെ കൊണ്ട് ആദ്യം അടുപ്പിച്ചത്, പിന്നീട് നേരിട്ട് കളിച്ചത്. രണ്ടും പരാജയപ്പെട്ടു. ഇപ്പോൾ ലോകത്തിന് മുമ്പിൽ നാണം കെട്ട് നിൽക്കുകയാണ് ഈ രണ്ട് രാജ്യങ്ങളും. നാണം കെടുക മാത്രമല്ല, സാമ്പത്തിക തകർച്ചയെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേസമയം ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ഇറാനിൽ മൊസാദിന്റെ ചാരന്മാരെ ഉപയോഗിച്ചായിരുന്നു കുറച്ച് ശാസ്ത്രജ്ഞന്മാരെയും അതുപോലെ സൈനിക മേധാവികളെയും ഒക്കെ ഒറ്റയടിക്ക് ഇസ്രായേൽ വധിച്ചു കളഞ്ഞത്. മൊസാദ് ഭയങ്കരന്മാരാണ് എന്നൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തു. എന്നാൽ ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? ആ ചാരന്മാരെ മുഴുവൻ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. 700ഓളം ചാരന്മാരെയാണ് ഇതിനകം പിടികൂടിയത്. 3 പേരെ അവർ വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു. കടുത്ത ശിക്ഷയാണ് ഈ ചാരന്മാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇറാനിൽ ധാരാളം ജൂതപള്ളികളും ധാരാളം ജൂതന്മാരും ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. 1979 വിപ്ലവത്തിന് മുമ്പ് അമേരിക്കയുടെ ഭരണമായിരുന്നു ഇറാനിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം അമേരിക്കൻ സ്ഥാപനങ്ങളും അമേരിക്കൻ ചാര സ്ഥാപനങ്ങളും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ചാരപ്പണി എടുക്കുക എന്നുള്ളത് അമേരിക്കയെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിരുന്നു. അതാണ് അവർ പയറ്റി നോക്കിയത്. പക്ഷേ അത് പരാജയപ്പെട്ടു. ചാരന്മാരെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ. അതേസമയം ഇറാൻ ആക്രമിച്ച രാജ്യങ്ങൾ അവർക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നതോ ആഭ്യന്തര കലഹത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടൈഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.